മക്കളെ, അങ്ങനെ നമ്മൾ പബ്ലിക് എക്സാം പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ് അല്ലേ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള എലിമെന്ററി കാൽക്കുലസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എപ്പോഴും നിങ്ങൾക്ക് ഇതേ പാറ്റേണിലാണ് പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. സോ നിങ്ങൾക്കറിയാം, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ഈ 2 ടോപ്പിക്സ് ആണ് നമ്മൾ എലിമെന്ററി കാൽക്കുലസിൽ പഠിക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള റിസൾട്ട്സേ നമ്മൾ പഠിക്കുന്നുള്ളൂ. മെയിൻലി പോളിനോമിയൽസിൻ്റെ കേസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സോ അത് വെച്ച് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പബ്ലിക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും ഷുവർ ആയിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 2x² + 4x - 5. എങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണുക? ഇങ്ങനെ 3 ടേംസിന്റെ സം ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുക ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ x⁻n ഡെറിവേറ്റീവ് എന്തായിരുന്നു? വാട്ട് ഈസ് d/dx ഓഫ് x⁻n? ഇറ്റ് ഈസ് ഈക്വൽ ടു nx⁻n-1. അപ്പോൾ ഓർക്കേണ്ട ഒരു റിസൾട്ട് അതാണ്. രണ്ടാമത്തെ കാര്യം, എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? d/dx ഓഫ് x എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അതേപോലെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവോ? d/dx ഓഫ് എ കോൺസ്റ്റന്റ് k. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യം 2x² + 4x - 5 എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2x² ഡെറിവേറ്റീവ് ആദ്യം എടുക്കണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുക 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു സംതിങ് എന്ന് വരുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റിനെ അവിടെ കീപ്പ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് ഓഫ് x² കൺസിഡർ ചെയ്യണം. അതേപോലെ നമ്മൾ 4x ഡെറിവേറ്റീവ് എടുക്കുമ്പോഴോ 4 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് d/dx ഓഫ് x എന്ന് കൺസിഡർ ചെയ്യണം. മൈനസ് അടുത്ത ടേം ആയിട്ട് വരുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് d/dx ഓഫ് 5 എന്ന് കൺസിഡർ ചെയ്യാം അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു നമ്മൾ പറഞ്ഞു x⁻n ഡെറിവേറ്റീവ് nx⁻n-1 ആണ്. അങ്ങനെയാണെങ്കിൽ x² ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2 മുന്നോട്ട് വരും, 2x⁻2 - 1 എന്ന് വെച്ചാൽ 2x ആയിരിക്കും നമ്മുടെ ഡെറിവേറ്റീവ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു x² ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2x കൊടുത്തു, പ്ലസ് 4 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. എന്താ എക്സിന്റെ ഡെറിവേറ്റീവ്? 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ 4 ഇൻറ്റു 1 എന്ന് വരും, മൈനസ് d/dx ഓഫ് 5 ആണ്. 5 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇങ്ങനെ ഒരു ടേം ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡെറിവേറ്റീവ് 0 എന്ന് എഴുതണം. മറിച്ച് x²ന്റെയും എക്സിന്റെയും ഒക്കെ കൂടെ കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒറ്റയടിക്ക് 2ന്റെ കോൺസ്റ്റന്റ് 0 ആണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ചെയ്ത പോലെ 2നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ കോൺസ്റ്റന്റ് എവിടെ കണ്ടാലും 0 എന്ന് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല, കോൺസ്റ്റന്റ് ഒരു ടേം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് 0 എടുക്കാം. അല്ലാത്ത പക്ഷം കോൺസ്റ്റന്റിനെ നമ്മളിങ്ങനെ പുറത്തോട്ട് വെച്ച് കൂടെയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 2 4x പ്ലസ് 4 ഇൻറ്റു 1 4 മൈനസ് 0, ദാറ്റ് ഈസ് 4x + 4 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മോസ്റ്റ്ലി സെക്കൻഡ് ഡെറിവേറ്റീവ് തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ്? നമുക്ക് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ, ആദ്യം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷനെ ഒരു തവണയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ഫംഗ്ഷനാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? f(x) തന്നിട്ടുണ്ട്, f'(x) കാണാം. എന്താ f'(x)? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം 3x³ ആണ്. സോ 3 ഇൻറ്റു x³ ഡെറിവേറ്റീവ് ആണ്. എന്താ x³ ഡെറിവേറ്റീവ്? x⁻n nx⁻n-1 ആണ്. സോ x³ ഡെറിവേറ്റീവ് 3 മുന്നോട്ട് വരും, 3x⁻3 - 1 എന്ന് വെച്ചാൽ 2 എന്ന് വരും അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 3x² എന്ന് വരും, പ്ലസ് 2 ഇൻറ്റു x² ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു 2x ആണ്, പ്ലസ് 6 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 6x ഡെറിവേറ്റീവ് 6 എന്ന് വരും. ഫൈനലി 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ നമ്മൾ ഓരോ ടേമിന്റെയും ഡെറിവേറ്റീവ് എഴുതി. ഇതിനെ നമ്മൾ ഒന്നുകൂടി ഒതുക്കി എഴുതിയാൽ 3 ഇൻറ്റു 3 9x² പ്ലസ് 2 ഇൻറ്റു 2 4x പ്ലസ് 6 ഇൻറ്റു 1 6. ഇതാണ് f'(x). ഇവിടെ വെച്ച് നിർത്തിപ്പോവരുത്. നമ്മളോട് ചോദിച്ചാൽ എന്താടാ? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഒരു തവണയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആരെ? നമുക്കിപ്പോൾ കിട്ടിയ f'(x)നെ. എങ്ങനെയാ ചെയ്യുക? 9 ഇൻറ്റു x² ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2x, പ്ലസ് 4 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 1 എന്ന് വരും, പ്ലസ് 6ന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 0. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 2 18x പ്ലസ് 4 ഇൻറ്റു 1 4. സോ f'(x) അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് 18x + 4. ഇതുപോലെ നിങ്ങൾക്ക് ഫംഗ്ഷൻസ് മാറി മാറി തരാം. എന്നിട്ട് നിങ്ങളോട് സെക്കൻഡ് ഡെറിവേറ്റീവ് ചോദിച്ചാൽ ഒന്നുമില്ലടാ, തന്ന ഫംഗ്ഷനെ 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആൻസർ എഴുതി വെക്കുക. റിസൾട്ട് തെറ്റാണ്ട് യൂസ് ചെയ്യുക കേട്ടോ. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. d/dx ഓഫ് 1/x⁻6 ആണ്. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം എന്താ ഈ 1/x⁻6? എടാ 1/xന്റെ സം പവർ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി x⁻ കറസ്പോണ്ടിങ് മൈനസ് പവർ ആണ്. 1/x എന്ന് പറഞ്ഞാൽ x⁻−1 ആണ്. 1/x² എന്ന് പറഞ്ഞാൽ
എക്സ് റേസ് ടു -2 ആണ്. അതേപോലെ 1/(x⁻⁶) എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സിന്റെ പവർ ആയിട്ട് -6 ആണ് വരിക. അപ്പോൾ ഇവിടെ ആക്ച്വലി ചോദിച്ചിട്ടുള്ളത് d/dx ഓഫ് x⁻⁻6 ആണ്. നമ്മുടെ സാധാരണ റൂള് nx⁻n−1 നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താ ഇവിടുത്തെ n എന്ന് പറയുന്നത്? n -6 ആണ്. അപ്പൊ എന്തായിരിക്കും nx⁻n−1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം -6 into x⁻n−1 എന്ന് പറഞ്ഞാൽ -6 - 1. സോ -6x⁻⁻7 എന്ന് വരും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ x⁻⁻7 താഴോട്ട് എഴുതാം. അതായത് -6/x⁻7 എഴുതാം. സോ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. അപ്പോൾ n എന്ന് പറയുന്ന നമ്മുടെ പവർ നെഗറ്റീവ് ആയാലും ഫ്രാക്ഷൻ ആയാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ nx⁻n−1 റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ n -6 ആയിട്ട് ഫിക്സ് ചെയ്തു. nx⁻n−1ൽ നമുക്ക് -6x⁻7 അല്ലെങ്കിൽ -6/x⁻7 എന്ന റിസൾട്ട് കിട്ടി. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെറിവേറ്റീവ്സ് റിലേറ്റഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരിക. ഡെറിവേറ്റീവ് കാണുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, ഇത്രയും കാര്യങ്ങൾ. ഇനി ചോദിക്കുക മാക്സിമം അല്ലെങ്കിൽ മിനിമം കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത് ആക്ച്വലി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്. ഇവിടെ നോക്കിക്കോളൂ. The cost of manufacturing X items is given by C of X is equal to 2x square minus 24x plus 107. To have minimum cost, how many items to be manufactured? ഇവിടെ നമുക്ക് C of X എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതൊരു കോസ്റ്റ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മിനിമം കോസ്റ്റ് ഉണ്ടാവണമെങ്കിൽ, മിനിമം കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര ഐറ്റംസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണം എന്നുള്ളതാണ്. എത്ര ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് ഇത് കാണാം? ഇതിനാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. അതിന് നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടില്ലേ, ഈ കോസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാം. ഇങ്ങനെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഇതേ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ C' of x എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് കാണാം. എന്താ C' of x? 2 into x² ഡെറിവേറ്റീവ് 2x ആണ്, മൈനസ് 24 into എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് 107 കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2 into 2 4x minus 24. C' of x കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ ചെയ്യേണ്ടത്? C' of x 0 ആവുന്ന പോയിന്റ്സ് കാണണം. C' of x is equal to 0 എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ 4x minus 24 0 എന്ന് വരും. C' of x കാണുക, C' of x 0 ആവുന്ന പോയിന്റ്സ് കാണുക. അപ്പൊ ഇവിടെ C' of x 0 എന്ന് പറഞ്ഞാൽ 4x minus 24 0 ആണ്. എന്ന് വെച്ചാൽ 4x is equal to 24 ആണ്. അല്ലെങ്കിൽ x എന്ന് പറയുന്നത് 24/4, ദാറ്റ് is equal to 6 ആണ്. എക്സിന് ഒരു വാല്യൂ കിട്ടിയോ? യെസ്. f' of x അല്ലെങ്കിൽ C' of x 0 ആവുന്ന ഒരു x വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? C' of x കാണണം. സ്റ്റെപ്സ് ആലോചിച്ച് വെക്കുക. മാക്സിമം അല്ലെങ്കിൽ മിനിമം ചോദിക്കുമ്പോൾ C' of x കാണണം, C' of x 0 ആവുന്ന പോയിന്റ് കാണണം, എന്നിട്ട് C' of x കാണണം. എന്താ ഇവിടെ C' of x എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. എന്താ C' of x? 4x minus 24 ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 4xന്റെ ഡെറിവേറ്റീവ് 4 ആണ്, 24ന്റെ കേസിൽ അത് 0 ആണ്. സോ C' of x എന്ന് പറഞ്ഞാൽ 4 ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ എക്സിന് പകരം നമുക്കിപ്പോൾ കിട്ടിയ 6 കൊടുത്താലും എനിക്ക് എന്താ കിട്ടുക? C' of 6 എന്ന് പറയുന്നത് 4 തന്നെയാണ്. കാരണം ആൻസർ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഏത് എക്സ് വാല്യൂക്കും ആൻസർ 4 ആണ്. ഇപ്പം എനിക്ക് കിട്ടിയ ഈ 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? യെസ്. C' of 6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ചുരുക്കി പറഞ്ഞാൽ 6 എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ C' of 6 0യും C' of 6 ഗ്രേറ്റർ ദാൻ 0യും ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 6 എന്ന് പറയുന്നത് ഇസ് മിനിമം പോയിന്റ് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ 6 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0യും സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവും ആണെങ്കിൽ ആ പോയിന്റ് മിനിമം പോയിന്റ് ആണ്. സോ ഇവിടെ എത്ര ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് നമുക്ക് മിനിമം കോസ്റ്റ് വരിക? 6 ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ്. ദെർഫോർ എക്സിന്റെ വാല്യൂ എത്രയാടാ? 6 ആണ്. അപ്പോൾ ഇവിടെ മിനിമം ചോദിച്ചാൽ മനസ്സിലാക്കേണ്ടത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ മിനിമം കാണണമെങ്കിൽ f' 0യും f" ഗ്രേറ്റർ ദാൻ 0യും ആവണം. മാക്സിമം ആണ് ചോദിക്കുന്നതെങ്കിൽ f' 0യും f" ലെസ് ദാൻ 0യും ആവണം. നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. Total revenue of a firm is given by R of x is equal to 22x minus x square, where x is the number of units sold. Find the optimum revenue that the company can take. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിമം എന്ന് പറയുന്ന ഒരു വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം അല്ലെങ്കിൽ മിനിമം ഇതിനെ സൂചിപ്പിക്കുന്ന വേർഡാണ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓർ മിനിമം ആണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് നമുക്ക് കേസ് അനുസരിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ പ്രോഫിറ്റ് ഒക്കെ ആണെങ്കിൽ മാക്സിമം അല്ലേ നമ്മൾ എപ്പോഴും നോക്കുക, മിനിമം നോക്കുമോ? ഇല്ല. ലോസ് ആണെങ്കിലോ മിനിമം ആണ് നോക്കുക. ഇവിടെ റവന്യൂ ആണ്, അപ്പോൾ നമ്മൾ മാക്സിമൈസ് ചെയ്യാനാണ് ട്രൈ ചെയ്യുക. നമുക്ക് എന്തായാലും തുടങ്ങാം. R of x എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താ R of x? ഇറ്റ് ഇസ് 22x minus x square.
ഇനി നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ആർ ഡാഷ് ഓഫ് എക്സ് കാണണം. എന്താ ആർ ഡാഷ് ഓഫ് എക്സ്? 22x ഡെറിവേറ്റീവ് 22 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും. ആർ ഡാഷ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? ആർ ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഫൈൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ 22 മൈനസ് 2x 0 ആവുന്ന പോയിന്റ് കാണണം. 22 മൈനസ് 2x 0 ആണെങ്കിൽ 22 എന്തായിരിക്കും? 2x ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ x എന്തായിരിക്കും? 22/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 എന്ന് വരും. അപ്പൊ നമുക്ക് ആർ ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് കിട്ടി. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 11. ഇത് തന്നെയാണോ നമ്മുടെ മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്നൊന്നും നമുക്കറിയില്ല. അതിനുവേണ്ടി നമ്മൾ ആർ ഡബിൾ ഡാഷ് ഓഫ് എക്സ് കൂടി കാണണം. എന്താ ഇവിടെ ആർ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? ആർ ഡാഷ് ഓഫ് എക്സ് 22 മൈനസ് 2x ആണ്. അപ്പൊ ആർ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 22ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് 2xന്റെ ഡെറിവേറ്റീവ് -2 എന്നാണ് വരിക. സോ നമുക്ക് ആർ ഡബിൾ ഡാഷ് ഓഫ് എക്സ് -2 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ നമ്മുടെ 11 കൊടുത്താൽ എന്താ കിട്ടുക? ആർ ഡബിൾ ഡാഷ് ഓഫ് 11. അപ്പോഴും -2 ആണ് കിട്ടുക, കാരണം എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആൻസർ. സോ -2 എന്നാണ് കിട്ടുക, വിച്ച് ഇസ് ലെസ് ദാൻ 0. ചുരുക്കി പറഞ്ഞാൽ 11 എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്, പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. -2 11 അല്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. എഫ് ഡാഷ് 0യും എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0യും ആണെങ്കിൽ ആ പോയിന്റ് എന്താണ്? മാക്സിമം പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? Therefore 11 is മാക്സിമം പോയിന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എത്ര ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒപ്റ്റിമം റവന്യൂ കിട്ടുക? ഒപ്റ്റിമം റവന്യൂ കിട്ടുക എക്സ് ഇസ് ഈക്വൽ ടു 11 ആവുമ്പോഴാണ്. ഇനി എത്രയാണ് ഒപ്റ്റിമം റവന്യൂ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 11 നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷനിൽ കൊടുക്കുക. അതായത് ആർ ഓഫ് 11 കണ്ടാൽ മതി. ദാറ്റ് ഇസ് 22 ഇൻറ്റു 11 മൈനസ് 11 സ്ക്വയർ. ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ ഒപ്റ്റിമം റവന്യൂ എന്ന് പറയുന്നത്. ഒപ്റ്റിമം റവന്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 11 ആയിരിക്കും. അപ്പോൾ ഒറിജിനൽ ഫംഗ്ഷനിൽ ഈ 11 കൊടുത്താൽ നമുക്ക് മാക്സിമം റവന്യൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റി? മാക്സിമം പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അപ്പം നോട്ട് ചെയ്യേണ്ട കാര്യം, മിനിമം ഫൈൻഡ് ചെയ്യണമെങ്കിൽ എഫ് ഡാഷ് 0യും എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0യും ആവുന്ന പോയിന്റ് എടുക്കണം. മാക്സിമം ഫൈൻഡ് ചെയ്യണമെങ്കിൽ എഫ് ഡാഷ് 0യും എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0യും ആവുന്ന പോയിന്റ് എടുക്കണം. നമ്മൾ 2 കേസസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ കേസസ് നിങ്ങൾക്കും വരുള്ളൂ. സോ ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് 10 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇന്റഗ്രൽ ഓഫ് 10 വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ഇന്റഗ്രൽ 10 dx. എന്താ ഇന്റഗ്രൽ 10 dx എന്ന് പറഞ്ഞാൽ? കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ k dx എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഒരു കോൺസ്റ്റന്റ് മാത്രമാണ്, അവിടെ എക്സ് ഇല്ലാന്ന് വിചാരിക്കുക. ഇന്റഗ്രൽ 2 dx അല്ലെങ്കിൽ k dx 3 dx എന്നൊക്കെ പറഞ്ഞാൽ എന്താ റിസൾട്ട് വരിക? എടാ ഇറ്റ് ഈസ് kx പ്ലസ് c. എന്ന് വെച്ചാൽ 2ന്റെ ഇന്റഗ്രൽ 2x ആയിരിക്കും, 3ന്റെ ഇന്റഗ്രൽ 3x ആയിരിക്കും, 10ന്റെ ഇന്റഗ്രൽ 10x ആയിരിക്കും, പ്ലസ് നമ്മുടെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c കൂടി കൊടുക്കുക. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത് എന്താ? ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് അല്ലേ? ഇന്റഗ്രൽ 0 to 1 2x പ്ലസ് 1 dx ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടത്? ആദ്യം 2x പ്ലസ് 1ന്റെ ഇന്റഗ്രൽ കാണുക, എന്നിട്ട് നമുക്ക് 0യും 1ഉം അപ്പർ ആൻഡ് ലോവർ വാല്യൂസ് കൊടുക്കാം. സോ ആദ്യം 2xന്റെ ഇന്റഗ്രൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ കാണുക. എന്താ എക്സിന്റെ ഇന്റഗ്രൽ? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ജനറലി വാട്ട് ഇസ് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ dx? ഇറ്റ് ഇസ് എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് c. അപ്പൊ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 അല്ലേടാ. സോ എന്നിന് പകരം 1 കൊടുത്താൽ എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, അതായത് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രലോ എന്നിന് പകരം 2 കൊടുത്താൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. ഇപ്പോൾ എക്സിന്റെ ഇന്റഗ്രൽ ആണ്, അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ ബൈ 2 കൊടുത്തു, പ്ലസ് 1 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇന്റഗ്രൽ നമ്മൾ പറഞ്ഞു ഒരു എക്സ് കൊടുത്താൽ മതി. സോ 1 ഇൻറ്റു എക്സ് എന്ന് വരും. ഇത്രയും മതി. ഡെഫിനറ്റ് ഇന്റർവൽ ചോദിക്കുമ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ ആയിട്ട് വരിക. ആൻഡ് ഇതിന് നമ്മൾ 0 to 1 വാല്യൂ കൊടുക്കണം, കാരണം നമുക്ക് 0 to 1 വാല്യൂ തന്നിട്ടുള്ള ഒരു ഡെഫിനറ്റ് ഇന്റഗ്രലാണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ഒരു വാല്യൂ തന്നെ കിട്ടും. 0യും 1ഉം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ആദ്യം നമ്മൾ അപ്പർ വാല്യൂ 1 എവിടെ കൊടുക്കണം? എക്സിന് പകരം കൊടുക്കണം. സോ 1 സ്ക്വയർ പ്ലസ് 1 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ആൻസർ ആയിട്ട് കിട്ടുക 1 സ്ക്വയർ പ്ലസ് 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ഇതേപോലെ നമ്മൾ ലോവർ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എക്സിന് 0 എന്ന് കൊടുത്താൽ 0 സ്ക്വയർ പ്ലസ് 0 എന്ന് കിട്ടും. ഈ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. 1 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 2 ആണ്, മൈനസ് 0 സ്ക്വയർ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 2 മൈനസ് 0 എന്താണ്? 2 ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 2 ആണ്. അപ്പോൾ ഇതേപോലെ ഫംഗ്ഷൻസ് ഇനിയും മാറി മാറി വരാം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം അപ്പർ വാല്യൂ കൊടുക്കുക, എന്നിട്ട് ലോവർ വാല്യൂ കൊടുക്കുക. അവരുടെ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്റഗ്രൽ എക്സ് റേസ് ടു n dx എക്സ് റേസ് ടു 6/6 ആണ്, പ്ലസ് c ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് n എന്താണ്? അപ്പോൾ ഏതോ ഒരു ഇന്റഗ്രൽ ചെയ്തപ്പോൾ എക്സിന്റെ ഏതോ ഒരു പവറിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് റേസ് ടു 6/6 എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും n ന്റെ വാല്യൂ? നമുക്കറിയാം
ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പവർ കൂടുകയാണ് ചെയ്യുക അല്ലേ. അതായത് ഇവിടെ ആക്ച്വലി നമ്മൾ ഇന്റഗ്രൽ x⁵5 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, x⁵5+1/5+1+c എന്ന് ആൻസർ കിട്ടുക അല്ലേ. 5 ആണ് പവർ എങ്കിൽ 5+1 6/6 എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മുടെ റിസൾട്ട് വരിക. അപ്പം ഇവിടെ നമുക്ക് n ആണ് തന്നിട്ടുള്ളത്, n എന്താണെന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. n എന്തായിരിക്കും, n ഒബ്വിയസ്ലി 5 ആയിരിക്കും. കാരണം n 5 ആകുമ്പോഴാണ് നമുക്ക് x⁵6/6+c എന്ന് റിസൾട്ട് കിട്ടുക. സോ എന്നിന്റെ വാല്യൂ 5 ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇന്റഗ്രൽ x⁵n(dx) x⁵9/9 ആണ് അല്ലെങ്കിൽ x⁵8/8 ആണെന്നൊക്കെ പറഞ്ഞാൽ ഒരു നമ്പർ കുറച്ചാൽ എന്നിന്റെ വാല്യൂ കിട്ടും. എത്രയാണോ ആൻസറിലുള്ള പവർ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് n. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to k x²dx 9 ആണെങ്കിൽ കെയുടെ വാല്യൂ ആണ് ചെയ്ത് നോക്കാം അല്ലെ. സോ ആദ്യം എന്താ ഇന്റഗ്രൽ 0 to k x²dx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു x³ അല്ലെ. x²ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x³ ആണ്. ആൻഡ് അതിന് നമ്മൾ 0 to k വാല്യൂ കൊടുക്കണം, റൈറ്റ്. അപ്പൊ 0 to k വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് k കൊടുക്കും. എക്സിന് പകരം k എന്ന് കൊടുത്താൽ k³ എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് 0 എന്ന് കൊടുത്താൽ 0³ എന്ന് വരും. വിച്ച് മീൻസ് ദിസ് ഇസ് k³ മൈനസ് 0/3 എന്ന് പറഞ്ഞാൽ 0 ആണ്. k³ ആണ് ഇന്റഗ്രൽ എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഇന്റഗ്രൽ വാല്യൂ ആണ് നമുക്ക് 9 തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, k³ is equal to 9 എന്ന് പറയാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു k³ അല്ലെ. 0 ഡിഫറൻസ് എടുത്താൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ k³ തന്നെയാണ്. നമുക്ക് എന്ത് പറയാം, k³ ഈക്വൽ ടു 9 എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ഈ ഇന്റഗ്രൽ നമ്മൾ ഫൈൻഡ് ചെയ്തു. നമ്മൾ ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് k³ എന്ന് ആൻസർ കിട്ടി. നമുക്ക് k ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, പക്ഷെ അതിന് നമുക്ക് ഹിന്റ് തന്നിട്ടുണ്ട്. ഇന്റഗ്രലിന്റെ ഒറിജിനൽ വാല്യൂ 9 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, k³ ഈക്വൽ ടു 9 എന്ന് കൊടുത്തു. വിച്ച് മീൻസ് k³ is equal to 9 into 3 27. എടാ k³ 27 ആണെങ്കിൽ k എന്തായിരിക്കും, 3 ആയിരിക്കും അല്ലേ. കാരണം 3³ അല്ലേ 27. സോ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി, ഇറ്റ് ഈസ് 3. ഓക്കെ ആണോ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, if marginal cost is 5x² minus 6x plus 8 where x is the number of output units, find the total cost function. മാർജിനൽ കോസ്റ്റ് 5x² minus 6x plus 8 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മാർജിനൽ കോസ്റ്റ് തരിക അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ തരിക, എന്നിട്ട് നിങ്ങളോട് കറസ്പോണ്ടിങ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ചോദിച്ചാൽ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് തന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ, ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 5x² minus 6x plus 8 dx ആയിരിക്കും. അപ്പോൾ തന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാർജിനൽ കോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. തിരിച്ച് ടോട്ടൽ കോസ്റ്റ് തന്നിട്ട് നിങ്ങളോട് മാർജിനൽ ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഇതേ സംഗതി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ കേസസും കേട്ടോ, ടോട്ടൽ റവന്യൂ ഇതേപോലെ ടോട്ടൽ റവന്യൂ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത്. ആദ്യം 5 into x² ഇന്റഗ്രൽ x³ ആണ്, മൈനസ് 6 into കോൺസ്റ്റന്റ് നമ്മൾ ഡിഫറൻസിയേഷനിലെ പോലെ തന്നെ ഇവിടെയും കോൺസ്റ്റന്റ് കീപ്പ് ചെയ്യാണ് ചെയ്യുക. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സിന്റെ ഇന്റഗ്രൽ x²/2 ആണ്. പ്ലസ് 8 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ നമ്മൾ 8x എന്ന് കൊടുക്കണം. അവസാനം നമ്മുടെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 5x³ എന്ന് പറയാം, മൈനസ് 6 and 2 ക്യാൻസൽ ആയിട്ട് നമുക്ക് 3 എന്ന് വരും. സോ മൈനസ് 3x² എന്ന് വരും അല്ലെ. 5x³ മൈനസ് 3x² പ്ലസ് 8x പ്ലസ് c എന്ന് വരും. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ മാർജിനൽ കേസസ് തന്നിട്ട് ടോട്ടൽ ചോദിച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, തിരിച്ചാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ എലിമെന്ററി കാൽക്കുലസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, ഒരുപാട് പോളിനോമിയൽസ് നിങ്ങൾ തന്നെ എടുത്ത് ഡെറിവേറ്റീവ്സ് കണ്ട് പഠിക്കുക. അതേപോലെ മാക്സിമം മിനിമം കാണാൻ വേണ്ടി എങ്ങനെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം.